ഹായ് ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ മസാല ദോശ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മൾ മസാല ദോശ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ദോശമാവ് ആദ്യമേ ആട്ടി വെച്ചിരിക്കുക നിങ്ങളത്. തലേ ദിവസമേ പച്ചരി ഉഴുന്നൊക്കെ ഇട്ട് കുതിർത്ത് ചോറും കൂടി ചേർത്ത് ദോശമാവ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതിനുശേഷം മസാല റെഡിയാക്കേണ്ടത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിക്കാം. അതിനുശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് തോരൻ പരിപ്പാണ് കേട്ടോ. തോരൻ പരിപ്പ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഉഴുന്ന് പരിപ്പാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ തോരൻ പരിപ്പുള്ളവർ അത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില, അതുപോലെ ഇഞ്ചി നൈസായിട്ട് ചോപ്പ് ചെയ്യുക കേട്ടോ. ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ഒരു പച്ചമുളക് ചേർക്കുക. അതിലേക്ക് ആവശ്യത്തിന് സവോള, അതായത് എത്രയാണോ നമ്മൾ ഉണ്ടാക്കാനെടുക്കുന്ന ഒരു ക്വാണ്ടിറ്റിയില്ലേ, ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ എത്ര എണ്ണം എടുക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് സവോളയുടെ എണ്ണവും നോക്കാം. അതിനുശേഷം സവോള ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത്, അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ സമയത്ത് തന്നെ നമ്മുടെ ഇതിനാവശ്യമുള്ള ഉരുളക്കിഴങ്ങ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് വെക്കണം കേട്ടോ. ഞാൻ കുക്കറിലിട്ട് വിസിലേപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വേവിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വഴണ്ട് വന്ന ഉള്ളിയിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ഒരു ജസ്റ്റ് നമുക്ക് അറിയാലോ ഒന്ന് കുഴഞ്ഞ് വരുന്ന രീതിയിലാക്കിയെടുക്കാം. ഇനി നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങില്ലേ, അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇതിൽ നമുക്ക് ഉപ്പിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. വേറെ മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എരിക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ല തിക്കായിട്ടുള്ള ദോശമാവ് എടുത്ത് നല്ലതുപോലെ പരത്തിയെടുക്കുക ദോശ. എനിക്കതിന് വലിയ വശമൊന്നുമില്ല, എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നല്ല മുരിഞ്ഞ ദോശ ഉണ്ടാക്കിയെടുക്കുക. അതിനാവശ്യമെന്ന് വെച്ചാൽ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ നൈസായിട്ട് നമ്മൾ പരത്തിയ സ്ഥലങ്ങളിലൊക്കെ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല മുരിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ മസാലയില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് ദോശ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റോടുകൂടി ചൂടോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റും. പെട്ടെന്ന് സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത്. പെട്ടെന്ന് തന്നെ നമുക്ക് ആകെ സവോള മാത്രം അരിയുന്ന സമയം എടുക്കും, പെട്ടെന്ന് തന്നെ കഴിയും. പിന്നെ നമുക്ക് സാമ്പാറില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ചട്നി തട്ടി കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂട്ടിയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.